ബന്ധപ്പെട്ട് ഇവിടെ പ്രാർത്ഥനയ്ക്കായി വന്നിരുന്നു അവരുടെ ജോമാലയിൽ പങ്കെടുക്കാനായിട്ട്. അതിൽ പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് എന്റെ ജോണുകളിന് രോഗസൗഖ്യം ലഭിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഈ രോഗത്തോട് ബന്ധപ്പെട്ട് വിദേശത്തേക്ക് വീണ്ടും ജോലിക്ക് പോകാൻ സാധിക്കുമോ എന്നുള്ള സംശയത്തിലായിരുന്നു. ആ സമയത്ത് അങ്കിളിനുണ്ടായിരുന്ന ക്രിയാറ്റിന്റെ ലെവല് പതിയെ പതിയെ മരുന്ന് കഴിക്കുന്നതിലൂടെയും പ്രാർത്ഥനയിലൂടെയും കുറയുകയും നേരത്തെ എവിടെയാണ് ജോലി ചെയ്തിരുന്നത് അതേ സ്ഥലത്തേക്ക് തന്നെ വീണ്ടും ജോലിയിൽ പ്രവേശിക്കാൻ സാധിച്ചു. ഇപ്പോ കൈവേദന ചെറുതായിട്ടുണ്ടെങ്കിലും അത് കുഴപ്പമില്ലെന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഞാൻ എന്റെ കയ്യിലുള്ള ഉടമ്പടി തൈലം കുറച്ച് ജോണങ്ങളുടെ കയ്യിൽ കൊടുത്തു വിട്ടിട്ടുണ്ട്. അതുപോലെ തേനും ഉപ്പും കൊടുത്തു വിട്ടിട്ടുണ്ട്. അങ്കിൾ അത് പുരട്ടിക്കൊണ്ട് തൈലം പുരട്ടിക്കൊണ്ടാണ് ജോലിക്ക് പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്റെ വീട്ടില് ഭർത്താവിന്റെ രാരി കിടപ്പിലാണ്. രാരിക്ക് ഇതുപോലെ വയറുവേദന ഒരു ദിവസം വയറുവേദന നെഞ്ചുവേദനയും വന്നിട്ട് ഭയങ്കരധികം ബുദ്ധിമുട്ട് കാണിക്കുകയും ഭർത്താവ് നൈറ്റ് ഡ്യൂട്ടിക്ക് പോയിരുന്നോണ്ട് എന്നെ വിളിച്ച് എന്നോട് വേദന എടുക്കുന്നെന്ന് പറയുകയും ചെയ്തു. ആ സമയം ഞാൻ ഉടമ്പടി തൈലം രാരിയുടെ നെറ്റിയിൽ പൂശി പ്രാർത്ഥിക്കുകയും വായിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്തു. കുറച്ചു നേരത്തിന് ശേഷം ആ വേദനയ്ക്ക് ആശ്വാസം ലഭിക്കുന്നതായി രാരി പറയുകയുണ്ടായി. പിന്നെ മുതല് വേദന വരുമ്പോൾ എന്നോട് രാരി പലപ്പോഴും ഉടമ്പടി തൈലം ചോദിച്ച് വാങ്ങി കുടിക്കാറുണ്ട്. അതുപോലെ തന്നെ എനിക്ക് 2 തവണ എന്റെ ഉടമ്പടി നീലത്തിരിയിൽ ലവ് ചിഹ്നം കണ്ടിട്ടുണ്ട്. ഹാർട്ട് വന്നതായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ റോസാപ്പൂവിന്റെ ആകൃതിയിൽ തിരിയിൽ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സുഗന്ധാഭിഷേകം 3 തവണ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിപ്പോ ഈ കഴിഞ്ഞ തവണ നോവേന മിനിയാൻറ്റി കഴിഞ്ഞ മാസം എനിക്ക് നോവേന ബുക്ക് കൊണ്ടുവന്നായിരുന്നു. ആ സമയത്ത് ആ പ്രാർത്ഥന ചൊല്ലി തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഹാർട്ട് കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഞാൻ ഈ കഴിഞ്ഞ ഉടമ്പടി പുതുക്കാനായിട്ട് ഈ മാസം ഉടമ്പടി പുതുക്കാനായിട്ട് ചെന്ന സമയത്ത് ആ പ്രാർത്ഥന ഉടമ്പടി റാലിയുടെ സമയത്ത് ഞാൻ മാതാവിന്റെ നേരെ നോക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് അവിടെ വെച്ചൊരു സുഗന്ധാഭിഷേകം ഒരു ചെറിയ സമയം മാത്രം ഉണ്ടാവുള്ളൂ. സുഗന്ധാഭിഷേകം ലഭിച്ചു. എന്റെ കൂടെ ഉണ്ടായിരുന്ന ചിറ്റനോട് ഞാൻ എന്തെങ്കിലും സ്മെല്ല് അനുഭവപ്പെട്ടതായിട്ട് ചോദിച്ചു. അപ്പൊ ചിറ്റയ്ക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. അപ്പൊ എനിക്ക് തോന്നി എന്റെ മാതാവ് കൂടെ ഉണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ ഞാൻ എന്റെ ഈ പ്രാവശ്യത്തെ ഉടമ്പടി നിയോഗത്തിൽ വെച്ചിരിക്കുന്ന 3ാമത്തെ നിയോഗത്തിൽ ഇന്നൊരു തീരുമാനം എനിക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അന്ന് എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി അർപ്പിക്കുന്നു.